റാണി അതൊക്കെ പണ്ട്. ഇപ്പൊ നമ്മളെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. എന്നാ രാജൻ അങ്ങനെ വിളി. ഇനി പറ. തെക്കേ ദേശം വാഴുന്ന രാജാവിന്റെ ഒറ്റ മോളാണ് ഞാൻ. എനിക്കറിയാം. അതും കോടീശ്വരി. അറിയാം. അറിവുള്ളവൾ. അറിയാം. ലോകസുന്ദരി. അത് വിട്. അത് വിട്, അത് വിട്. വേറെ വല്ല അത് പറ. പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ കൂടെ ഈ കാട്ടിലൊരു യാത്ര. ഇറ്റ് വാസ് മൈ ഡ്രീം. അവസാനം പറഞ്ഞില്ലേ, അത് കുതിരയ്ക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതൊന്ന് മലയാളത്തിൽ പറഞ്ഞു കൊടുത്തേ. അയ്യോ എന്റെ രാജൻ, ഈ യാത്ര എന്റെ സ്വപ്നമായിരുന്നെന്ന്. ഭഗവാനെ, കുതിര ഉണ്ടായോണ്ട് രക്ഷപ്പെട്ടു. പിന്നെ രാജൻ, അങ്ങോട്ട് പോകുമ്പോ സൂക്ഷിക്കണം. കൊറേ കൊരങ്ങുകളുണ്ട്. അയ്യോ, രാജന്റെ ഈ കിരീടമില്ലേ, അത് അടിച്ച് താഴെ വെക്കരുത്. അതെന്താ, കൊരങ്ങൻ എടുത്തോണ്ട് പോകും എന്ന് റാണിക്ക് പേടിയുണ്ടോ? അല്ല, പിന്നെ കിരീടം അഴിച്ചു വെച്ചാലേ രാജൻ ഏതാ കൊരങ്ങൻ ഏതാന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതാ റാണി, ഇത്രയും മനോഹരമായ ഈ കാട് ആരാണ് സംരക്ഷിക്കുന്നത്? നമ്മുടെ അച്ഛൻ ഒരാളാ. നമ്മളെ കല്യാണം നടക്കത്തില്ല. നമ്മൾ അച്ഛൻ ഒരാളല്ലേ? അപ്പൊ നിങ്ങൾ ആങ്ങളെയും പെങ്ങളും അല്ലേ? അല്ലെങ്കിൽ വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു? അയ്യോ അതല്ല, എന്റെ അച്ഛൻ ഒരാളാ ഇത് നോക്കുന്നേന്ന്. റാണി, ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറി രാജാപ്പാട്ട് പറഞ്ഞ് എന്റെ കുടുംബത്തെ അപമാനിക്കരുത് കേട്ടോ.